ഹായ് ഫ്രണ്ട്സ്, റവയൊക്കെ വെച്ച് നമുക്ക് ഒരു അടിപൊളി ഒരു മധുര പലഹാരം ഉണ്ടാക്കിയല്ലോ. അപ്പോൾ വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഈ ഒരു പലഹാരം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ എടുക്കാം. സ്റ്റൗ ഓൺ ചെയ്യേണ്ട, ആദ്യം തന്നെ പാൻ എടുക്കാം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ഏലക്ക പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റൗ ഓൺ ചെയ്താൽ മതി. അപ്പോൾ തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ തുടക്കത്തിൽ നമുക്ക് ഇത് കുക്ക് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ പഞ്ചസാര അലിഞ്ഞ് പഞ്ചസാര ലായനിയായി വരേണ്ടതാണ്. അപ്പം പെട്ടെന്നായി കിട്ടാൻ വേണ്ടി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അത്തരത്തിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിള വരുന്നതായിരിക്കും. അപ്പൊ തിള വന്നതിന് ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് പിന്നീട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് പഞ്ചസാര മൊത്തത്തിൽ ആ വെള്ളമായിട്ട് അലിഞ്ഞു ചേർന്ന് വരേണ്ടതാണ്. അത്തരത്തിലൊരു പഞ്ചസാര ലായനിയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് പിന്നീട് അങ്ങോട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് പഞ്ചസാര മൊത്തം അലിഞ്ഞു വരുന്നതായിരിക്കും. വെള്ളത്തിനകത്ത് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അല്ലാതെ നമുക്ക് വന്നൂൽ പരുവം ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മുമ്പ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം റവ നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം വേഗത്തിൽ ഒന്ന് ഇളക്കേണ്ടതാണ്. അതുപോലെ പാല് ചേർത്ത് കൊടുക്കുന്നതിന്റെ മുമ്പേ ആയിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ടാക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ട പിടിക്കുന്നതായിരിക്കും. അപ്പോൾ റവ കയറി കട്ടയാവുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞത്. ലോ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് ഇളക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ ഇത് പിന്നെ കട്ട പിടിക്കാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത്തരത്തിൽ ഇളക്കി കൊടുത്തോണ്ടിരിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കട്ടിയായി കിട്ടുന്നതായിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ റവ വെന്ത് നല്ല കട്ടിയായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ പാനിനകത്ത് നിന്നെല്ലാം വിട്ട് വരുന്ന സ്റ്റേജ്, അതുപോലെ വെള്ളമയം തീരെ ഇല്ലാത്ത രീതിയിലുമാണ് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ നമ്മൾക്ക് ഇത് കുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്റ്റേജ് വരെയാണ് നമുക്ക് ഇത് കുക്ക് ചെയ്യേണ്ടത്. അതായത് ഇതിന്റെ വെള്ളമയം എല്ലാം പോയി, അതായത് നമ്മളിപ്പോൾ ഒഴിച്ച പാലെല്ലാം വറ്റി നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റവയെല്ലാം വെന്നും വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് റവയെല്ലാം ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഉണ്ട പിടിക്കാവുന്നതാണ്. നമുക്ക് ഏത് ഷേപ്പ് വേണേലും ഉണ്ട പിടിക്കാവുന്നതാണ്. അതുപോലെ എത്രത്തോളം വലിപ്പം വേണമെന്ന് നമുക്ക് തന്നെ നിശ്ചയിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു പരുവത്തിൽ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഉണ്ട പിടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇത്തരത്തിലെല്ലാം ഒന്ന് ഉണ്ട പിടിച്ചതിന് ശേഷം നമുക്കിനി ഇത് ഫ്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ തുടക്കത്തിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ റവ ഒന്ന് ഫ്രൈ ആയി വരുന്നതായിരിക്കും. അല്ലാതെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റവ കരിഞ്ഞു വരുന്നതായിരിക്കും. അതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് ഫ്രൈ ആവുകയും ഉൾഭാഗം ഫ്രൈ ആവാതെ വേവാതിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് തുടക്കത്തിൽ ഇതുപോലെ ചെറിയ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കളർ ഒന്ന് മാറി വരും. ഇത്തരത്തിൽ കളർ മാറി വരുമ്പോൾ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് പിന്നീട് അങ്ങോട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടുന്നവരെയാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് പിന്നെ ഇത് എണ്ണയ്ക്കകത്തുനിന്ന് കോരി മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മളിത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ലായനി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വിടേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ പഞ്ചസാര ഈ റവയിലോട്ട് പിടിക്കത്തുള്ളൂ. എന്നിട്ട് നല്ല ഒരു സ്വീറ്റ്നെസ് നമുക്ക് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഇത് ഈ പഞ്ചസാര ലായനി തന്നെ മുക്കി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു നട്ട്സോ എന്തെങ്കിലും ഇതിന്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ വിതറി കൊടുക്കാവുന്നതാണ്. അപ്പൊ അത്രേ ഉള്ളൂ. അങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന റവ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.